ആദ്യമൊക്കെ എല്ലാം കാണുമായിരുന്നു, എല്ലാം വാട്ട് എവർ റിലീസസ്, എന്ത് സാധനം വെളിയിൽ വന്നാലും നമ്മളത് കാണുമായിരുന്നു. പിന്നീട് അത് കുറച്ച് ലിമിറ്റ് ചെയ്യാൻ തുടങ്ങി. ചിലത് നമ്മൾ എന്തിനാണ് ഇനി അത് കാണണം, അതിൽ നിന്ന് എന്ത് കിട്ടാനാ എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ ആ മെന്റാലിറ്റി മാറ്റിയത് എനിക്ക് തോന്നണം അമ്പുക്കായിരിക്കും, അൻവർ റഷീദായിരിക്കും. പുള്ളി എല്ലാ സിനിമയും കാണും, ഹിന്ദി, തമിഴ്, അത് റിലീസാകുന്ന വാട്ട് എവർ കണ്ടന്റ് യു റിലീസ് ഹിൽ വാച്ച് ഇറ്റ്. മോസ്റ്റ്ലി അത് ഫസ്റ്റ് ഡേ തന്നെ പുള്ളി കാണും. അത് നമ്മുടെ നാട്ടിലെ കണ്ടന്റ് എന്ന് വെച്ചാൽ എനിക്കതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് ഫോറിൻ കണ്ടന്റുകളും കാണും. പുള്ളിയുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ആ സർക്കിളിൽ, ഇന്റർനാഷണൽ ഫിലിംസിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ എങ്കിൽ പോലും പുള്ളിയുടെ സിനിമ കേറ്റർ ചെയ്യുന്നത് ഈ നാട്ടിലാണ്. ഇവിടെ എന്താണ് വിറ്റുപോകുന്നത് അല്ലെങ്കിൽ ആളുകൾ എൻജോയ് ചെയ്യുന്നതും എന്നും കൂടെ അറിയണ്ടേ. ഇപ്പം നിങ്ങൾ ഈ പൾസ് എന്ന് പറയുന്ന സാധനം അതും അറിയണമല്ലോ. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും കൂടി ആവാം, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയും കൂടി ആവാം പുള്ളി അത് കാണുന്നത്. ഞാനും ഇപ്പോൾ കാണാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ സമയം കിട്ടുന്നത് പോലെ നാട്ടിലെ കണ്ടന്റൊക്കെ കാണും. ഇപ്പോഴും കാണുന്ന കണ്ടന്റിന് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് കിട്ടും അങ്ങനത്തെ ചോയ്സ് ഉണ്ട്. അങ്ങനെ ഐ എം നോട്ട് പ്രൗഡ് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഒരു പടം കാണുമ്പോൾ അങ്ങനെ ആയി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, മെറ്റീരിയലായിട്ട് മാത്രം ഇതിനെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. മറ്റേത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഇന്ന് ചിരിക്കുന്ന തമാശകൾക്ക്, അല്ലെങ്കിൽ ഞാൻ പണ്ട് ചിരിച്ചിരുന്ന തരത്തിലുള്ള തമാശകൾ ഇപ്പം കേൾക്കുമ്പോൾ അതേപോലുള്ള സാധനം കേൾക്കുമ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തമാശ അല്ലെങ്കിൽ പോലും വാട്ട് എവർ ദ തിങ് ഈസ്, എനിക്ക് അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതൊരു ടൈം ആവാം, അതും കടന്നു പോകുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിനൊരു മെറ്റീരിയലായിട്ട് മാത്രം കാണാൻ തുടങ്ങി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആരെങ്കിലും പറഞ്ഞോടിയാ നമ്മുടെ റെഫറൻസ് അതാണ്, അല്ലെങ്കിൽ ഇന്ന സാധനം ഒന്ന് കണ്ടു നോക്കൂ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ എന്തെങ്കിലും കണ്ടന്റിന്റെ റെഫറൻസിന് വേണ്ടി മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഭയങ്കര പോപ്പുലറായിട്ട് ഒരു സിനിമാറ്റോഗ്രാഫിനെ പറ്റി സംസാരിക്കുന്ന ഒരു സിനിമ വരികയാണ് എനിക്ക്. ഇപ്പോൾ 1917 ഓസ്കാർ കിട്ടിയ പടം, സിംഗിൾ ഷോട്ട്. അപ്പൊ നമ്മൾക്ക് ഡീക്കിൻസ്, അപ്പൊ നമ്മളിപ്പോ ആ പടം നോക്കുക അവരുടെ ഒരു ഇമോഷണൽ ജേർണി എന്നുള്ള രീതിയിലാണ് നമ്മൾ പടം കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആ ജേർണി എൻഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ലോങ്ങിങ്. ബ്രോ അത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും, ഈ ക്യാമറ എങ്ങനെയാ പോയി അതായിരിക്കും മനസ്സിൽ വരിക? അറിയാതെ വരൂടാ. നമ്മളതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഒരു പോയിന്റിൽ ക്യാമറ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പറഞ്ഞിങ്ങനെ വന്ന് വേറൊരിടത്തേക്ക് എത്തും. യെസ്, നമ്മൾ ആ മൊമെന്റിലായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെ ഇവിടെ എത്തി, ക്യാമറ നേരത്തെ അവിടെ ഇരുന്നല്ലോ, അതെങ്ങനെ അവർ മൂവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതായിരിക്കും ചിന്ത. മേ ബി ഐ മിസ് ലൈക്ക് കപ്പിൾ ഓഫ് സെക്കൻഡ്സ് ഫ്രോം ദ സിനിമ. ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദ മൂവ്മെന്റ്സ്. അതുണ്ട്, അത് നല്ലതുമല്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്യണോണ്ടാവാം, ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്തിരി ഓവർ തിങ്കിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ആയി പോകുന്നത്. ചില കണ്ടന്റുകൾ ഞാൻ ഇരുന്ന് കാണാൻ പറ്റാറുണ്ട്. ഈ ജിംഖാനയിൽ ഇപ്പോൾ സാധാരണ ഇങ്ങനെ കുറച്ച് ലീഡ് ആക്ടേഴ്സ് അവരുടെ ഫിസിക്കൊക്കെ സെറ്റ് ചെയ്യണു, 6 പാക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ചില സിനിമകളൊക്കെ നോക്കുമ്പോൾ അവരുടെ 6 പാക്ക് റിവീൽ ചെയ്യുന്നൊരു ഭയങ്കര ഷോട്ടൊക്കെ ഉണ്ടാവും, ഒരു ഷോ പീസ് പോലെ ഒരു ഷോട്ട് ഉണ്ടാവും. ജിംഖാനയിൽ അതില്ല. പറയും, അതെന്താ, അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ്? വളരെ ബോധപൂർവം അത് ഒഴിവാക്കിയതാണ്. അത് ഞാനല്ല അത് ബോധപൂർവം ഒഴിവാക്കിയത്, അതിൻ്റെ ഡയറക്ടറാണ് അത് ബോധപൂർവം ഒഴിവാക്കിയത്. നമ്മൾ ട്രെയിനിങ് സോങ് ഉണ്ടല്ലോ ഇതിനകത്ത്, ഇവർ ട്രെയിനിങ്ങിൻ്റെ ഒരു ടൈമിലൂടെ കടന്നു പോകുന്ന ഒരു സമയമുണ്ട്, അതൊരു സോങ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ ഏരിയയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ലുക്കും നസ്ലിനൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, ഇപ്പോൾ എടുക്കും എൻ്റെ 6 പാക്കിൻ്റെ ഷോട്ട്, ഇപ്പം എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കുണ്ട്. എന്നിട്ട് നസ്ലിനൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്യിക്കാ എപ്പോഴാണ് എൻ്റെ ഷോട്ട് 6 പാക്ക്, നമ്മൾ എടുക്കടാ പറയും. പിന്നെ റഹ്മാനാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 6 പാക്കിൻ്റെ ഷോട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞവന്മാർ എന്നെ നിർത്തും. പക്ഷേ റഹ്മാൻ തന്നെ പറഞ്ഞത് വേണ്ട, നമുക്ക് മസിൽ കാണിക്കാന്നുള്ളതല്ല. ബേസിക്കലി അവരങ്ങനത്തെ ഒരു ശരീരവും ആയിരുന്നില്ല, അവര് മറ്റേ ഫൈറ്റ് ഫിറ്റ് ആയിരുന്നു. അവര് മറ്റേ ലിഫ്റ്റ് ചെയ്ത് ബോഡി ബിൽഡ് വാട്ടർ കട്ട് ചെയ്ത് ഇങ്ങനെ റിപ്ഡ് ആയിട്ട് നിൽക്കുമല്ല അവര്. അത് ഹൗ എ ഫൈറ്റർ ഷുഡ് ലുക്ക് ഇൻ ഹിസ് പ്രൈം, അവരങ്ങനെയാണ് ഇരിക്കുന്നത്. ലീനാണ്, അതായത് ബോക്സറുടെ ഏതൊക്കെ ഏരിയാസിലെ മസിൽസ് ആയിരിക്കും അയാൾക്ക് വോളിയം പെട്ടെന്ന് വരിക, ചില മസിൽസ് അവർ വോളിയം വെപ്പിക്കില്ല. ഫ്ലെക്സിബിലിറ്റി ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മസിൽസ് അവിടെ അധികം പിടിക്കില്ല അവർ. ഇവരുടെ ബോഡി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് ബോധപൂർവം തന്നെ ഒഴിവാക്കിയതാണ്. അങ്ങനെ വേണ്ട എന്ന് തന്നെ വെച്ചു, അതിൻ്റെ ആവശ്യമില്ല.
എന്നാണ് തോന്നിയത്. എനിക്കും ഞാനും അതിൽ കൺവിൻസ്ഡ് ആയിരുന്നു റഹ്മാൻ പറഞ്ഞതിൽ. ഒരു ബോക്സിംഗ് പടം എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷെഡൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം, പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. അത് ഈ ഫീൽ ഗുഡ് പിള്ളേരുടെ പടമാണ്, അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയതാണോ? അല്ല, അത് യഥാർത്ഥത്തിൽ ബ്ലഡ് ഷെഡ് നടന്നില്ലായിരുന്നു റിയലി, അതുകൊണ്ട് അതില്ല. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. മുമ്പുള്ള ചില ഇന്റർവ്യൂകളിലൊക്കെയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ട് ജിംഷിയും റഹ്മാനും ഈ ബോക്സിംഗ് ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അന്ന് നടന്ന ഇൻസിഡൻസോ അല്ലെങ്കിൽ അന്ന് നടന്ന എന്തെങ്കിലും ഒരു സ്പെസിഫിക് സംഭവം ഇതിനകത്ത് സ്ക്രീൻ പ്ലേ സീൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ? എവറിത്തിങ് ഇസ് ദേർ. ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ പറയാൻ ഞാനത് ആണോ ഇല്ലയോ എന്ന് പറയാം. കാർത്തിക് ഫസ്റ്റ് ഇടി കൊണ്ടിട്ട് തരിപ്പാവുന്ന. അതെ, സംഭവിച്ചതാണ്. പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ, അതായത് എൻ്റെ ക്ലാസ്മേറ്റാണ്. എൻ്റെ ക്ലാസ്മേറ്റാണ്. അത് ഈ വലിയ ഷിഫാസ് ചെറിയ ഷിഫാസ് എന്ന് പറയുന്ന 2 പേര് എൻ്റെ ക്ലാസ്സിലാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന 2 പിള്ളേരാണ്, ഈ വലിയ ഷിഫാസും ചെറിയ ഷിഫാസും. റഹ്മാൻ +1 പഠിക്കണം. റഹ്മാൻ ഓൾവേസ് ഹാങ് ഔട്ട് വിത്ത് ദീസ് ബോയ്സ്, +2 ബോയ്സ്. ഇവൻ +2 കൊമേഴ്സിലാണ് വന്ന് ഉച്ചക്ക് ചില്ലിങ്. അങ്ങനെ രൂപപ്പെട്ടൊരു ഫ്രണ്ട്ഷിപ്പും നമ്മളുടെ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയയുടെ പുറത്ത് നമ്മൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന്, സ്റ്റേറ്റ് കോമ്പറ്റീഷന് പോയായിരുന്നു ഡിസ്ട്രിക്ട് കഴിഞ്ഞിട്ട്. ഈ ഷാനു എന്ന് പറയുന്ന കഥാപാത്രം അതും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മത്സരം നടക്കുന്ന സമയത്ത് റഹ്മാൻ അറിയാം, റഹ്മാൻ്റെ വെയിറ്റ് ക്ലാസ്സിൽ ഷാനു മാത്രമേ ഉള്ളൂ എന്നുള്ളത് റഹ്മാൻ അറിയാം. റഹ്മാൻ വന്ന് പറയുകയും ചെയ്തു ഷാനുവിൻ്റെ അടുത്ത്, നീ ഒന്നും പേടിക്കണ്ടാ, 1-2 അത് ചെയ്താൽ മതി, ഞാനും അങ്ങനെ തന്നെ പിടിക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ള മൂഡിലാണ് അവർ ഇറങ്ങിയത്. റഹ്മാൻ പിടിച്ച് ആ ചെക്കനെ ഇടിച്ചു, എൻ്റെ കൂട്ടുകാരനെ റഹ്മാൻ റിങ്ങിലിട്ട് ഇടിച്ചു. റഹ്മാൻ അത് ജയിച്ചിട്ടാണ് റഹ്മാൻ സ്റ്റേറ്റിന് പോണത്. സ്റ്റേറ്റിൽ എവറിത്തിങ് വെന്റ് റിയലി ബാഡ്. ഇടിയിട്ടൊരു നസ്ലിനെ കിട്ടി ഇടിയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചക്കയൊക്കെ ജയിക്കുന്ന, അതായത് ബൈ ലക്കൊക്കെ ജയിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അതിന് എത്ര റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ഉണ്ട് ഇതിൽ? നമ്മുടെ പടത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. ഈ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേറ്റ് വരെ പോകുന്നതിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ അതും നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും? അതെ, അതുണ്ട്. ഇത് സ്റ്റേറ്റ് എന്തിനു വേണ്ടി ഇവർ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ജില്ലാതല മത്സരം എങ്ങനെ നടന്നു, ഈ ഫ്രണ്ട്സ് എന്താണ് എന്നുള്ളത് അത് റിയൽ സ്റ്റോറിയാണ്. +2 തോറ്റിരിക്കുന്നു, പക്ഷെ സ്പോർട്സ് കോട്ടയിൽ ഇങ്ങനെ ബോക്സിങ്ങിന് ഒരു ഇതുണ്ട്, ഒരു കോട്ടയുണ്ട്, നമുക്ക് അവിടെ അഡ്മിഷൻ. +2 തോറ്റിരിക്കുകയാണ് എന്നുള്ളതായിരുന്നില്ല. ബേസിക്കലി റഹ്മാൻ ഇസ് വെരി ഗുഡ് വിത്ത് ദിസ് അക്കാഡമിക്സ്. നല്ല മാർക്കൊക്കെ ഉള്ള ഒരു പയ്യനാ എല്ലാത്തിനും പഠിക്കുന്ന സമയത്തൊക്കെ. എൻ്റെ കേസ് ടോട്ടലി ഓപ്പോസിറ്റ് ആയിരുന്നു. ഭയങ്കര ദാരുണമായിരുന്നു എൻ്റെ അക്കാഡമിക്സ്, ബാഡ് ഇൻ സ്റ്റഡീസ്, അത്രേ ഉള്ളൂ.